ഇപ്പോൾ വരുന്ന അറ്റാക്കിന്റെ രീതി അതെങ്ങനെയാണ്? കാരണം രണ്ട് രീതിയിലേക്ക് രണ്ട് അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുമ്പോഴും അതിൽ സ്ഥിരീകരണങ്ങൾ വരുന്നത് ഒന്ന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു വ്യോമമാർഗം എന്നുള്ളതാണ്. ഒരു തരത്തിലും ഇഞ്ചുറി ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. മാത്രമല്ല സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ അപായ സൂചന മുന്നിൽ കണ്ടുകൊണ്ടുള്ള കരുതലിലേക്ക് പോകുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയാണ്. ദിവിഷ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ലേറ്റസ്റ്റ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? പ്രജീഷ്, ഇപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണം തുടങ്ങി എന്നത് ഇസ്രയേൽ സേന തന്നെ പുറത്തുവിട്ട വിവരമാണ്. അവിടുത്തെ ഒരു മാധ്യമം പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ഇറാനിൽ നിന്നുള്ള ഒരു മിസൈൽ ടെൽ അവീവ് ലക്ഷ്യമാക്കി വന്നു. അതിനെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അയൺ ഡോം ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. മറ്റൊരു മിസൈൽ കൂടി ഇസ്രായേൽ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. അത് കാര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. നമുക്കറിയാം, ഏകദേശം എയർ ഡിസ്റ്റൻസ് എന്നത് 1600-1700 ആവറേജ് ആ ദൂരം ആണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആകാശ ദൂരം. അതിനനുസരിച്ച് ആ സമയം ക്രമം കണക്കാക്കി കൃത്യമായി അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള സംവിധാനം അയൺ ഡോം എന്ന വലിയ സംവിധാനം, ലോകത്ത് തന്നെ ഇത്രയും മികച്ച ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം വേറൊരു രാജ്യത്തിനുമില്ല. അതിലൊന്നാണ് അയൺ ഡോം. അതുപയോഗിച്ച് അവർക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ആക്രമണം തുടരുമെന്ന് നെതന്യാഹുവും വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ്റെ മറുപടി തുടങ്ങുന്നു. അതോടൊപ്പമാണ് നേരത്തെ പറഞ്ഞ ഈ ചെങ്കടൽ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു സമ്മർദ്ദ തന്ത്രം ഇറാൻ്റെ ഭാഗത്തുണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നതാണ് യമൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടന ഹൂത്തി വിമത സംഘടന. അവർ പലപ്പോഴും ഇസ്രായേലിനെതിരായ ഈ നടപടികൾക്കൊക്കെ ഹൂത്തിയുടെ വലിയ പിന്തുണ ഉണ്ടാവാറുണ്ട്. അവർ ഈ ചെങ്കടൽ ബ്ലോക്ക് ചെയ്യുമെന്നതാണ് അവർ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള വ്യാപാര സംവിധാനങ്ങൾ, അത് ഇസ്രായേലിലേക്ക് അടക്കമുള്ള വ്യാപാര ചാല് പൂർണ്ണമായും റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പേർഷ്യൻ ഗൾഫ് എന്നത് ഇറാന് വലിയ തോതിൽ കടൽ തീരമുള്ള പ്രദേശമാണ്. ഏറെക്കുറെ ഈ ഗൾഫ് രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും സൈനികമായിട്ടുള്ള ഒരു കരുത്തുകൊണ്ട് ഈ മേഖലയിൽ അത്തരത്തിലുള്ള ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇറാന് സാധ്യമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രതിരോധത്തിലേക്കോ പ്രത്യാക്രമണത്തിലേക്കോ ആണോ ഇറാൻ പോകുന്നത്. ഒപ്പം ഈ മിസൈൽ ആക്രമണം തുടരുകയും ചെയ്യുന്നതാണ്. ഒരു മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മറ്റൊരു മിസൈൽ ഇസ്രായേൽ ലക്ഷ്യമാക്കി വരുന്നു. അതിനുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇറാനിൽ നമുക്കറിയാം, ഈ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒപ്പം കഴിഞ്ഞ തവണ അമേരിക്കയുടെ ആക്രമണമുണ്ടായ ഫോർദോ, ഇഫ്തഹാൻ അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾ ഈ മേഖലയിലാണ്. ഇവിടം ലക്ഷ്യമാക്കി ഇനി വീണ്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമോ? ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ബെഞ്ചമിൻ നെതന്യാഹു ആയാലും ഡൊണാൾഡ് ട്രംപ് ആയാലും ഇത് ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ ആണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ നടത്തിയെന്നാണ് പറയുമ്പോഴും അമേരിക്കയുടെ വലിയ പട ഈ മേഖല കേന്ദ്രീകരിച്ചിട്ടുണ്ട്. നാവികപ്പട ഈ മേഖല കേന്ദ്രീകരിച്ച് ഇവിടെ ഉണ്ട്. USS ജെറാൾഡ് അടക്കം USS എബ്രഹാം ലിങ്കൻ അടക്കമുള്ള, അതായത് ഒരു വിമാനവാഹിനി കപ്പലിൽ തന്നെ 4500ഓളം പടയാളികൾ ഉള്ള അത്രയും വലിയ സംവിധാനമാണ് അമേരിക്ക ഈ മേഖലയിൽ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്.